വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സമാദരണീയരായ വിധികർത്താക്കളെ, സ്നേഹമസന്നരായ ശ്രോതാക്കളെ, കലാവൈവിധ്യങ്ങളുടെ പോർക്കളമായ സിബാക്കിന്റെ പ്രോജ്വലമായ ഈ വേദിയിൽ മൂല്യച്യുതി നേരിടുന്ന യുവസമൂഹം എന്ന വിഷയം നിങ്ങളുമായി സംവദിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എൻ്റെ പ്രിയമുള്ളവരെ, യുവത്വം മനുഷ്യായുസിന്റെ സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾ ഉമ്മത്തിന്റെ നട്ടെല്ലുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, ആസക്തികൾക്കും ആലസ്യങ്ങൾക്കും അടിമപ്പെട്ട് മൂല്യശോഷണം സംഭവിച്ച യുവ സമൂഹം ഏറ്റവും വലിയ തലവേദനയായി മാറുകയാണ്. ഇവിടെയാണ് ജഗനേന്താവായ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അഹങ്കാരത്തിന്റെ പരമകോടി പുൽകിയ ദക്കിയാനൂസ് എന്ന സത്യനിഷേധിയായ രാജാവിന്റെ ജൽപ്പനങ്ങളോട് രാജിയാവാതെ കലർപ്പില്ലാത്ത സത്യവിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന ഹൃദയങ്ങളുമായി 7 ചെറുപ്പക്കാര് കടന്നു വരുന്നത് പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നു. ഇന്നഹും ഫിത്യതുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അചഞ്ചലമായ സത്യവിശ്വാസം കൊണ്ട് പ്രഭാപൂരിതമായ സന്മാർഗത്തിന്റെ വാതായനങ്ങൾ തുറന്നെടുത്ത ചെറുപ്പക്കാരാണവർ. ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി ലൈസത് ലഹു സബ്വാ. ശരീരത്തിന്റെ രതിവൈകൃതങ്ങൾക്കും വികാര വിക്ഷോഭങ്ങൾക്കും അടിമപ്പെടാത്ത യുവത്വം അല്ലാഹുവിനേറെ പ്രിയങ്കരമായെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ ആഗതമാകുന്നതിന് മുമ്പ് മറ്റ് കാര്യങ്ങൾ നിങ്ങൾ മുതലെടുക്കണമെന്ന നിർദ്ദേശത്തിൽ ഒന്നാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ശബാബക ഖബല ഹർമിക. പിച്ചുംബേയും പറയുന്ന വാർദ്ധക്യം ആസന്നമാകുന്നതിന് മുമ്പ് ചോരത്തിളപ്പുള്ള യൗവനം മുതലെടുക്കാനാ. അല്ലെങ്കിലും നാളെ മഹ്ശറവൻ സഭയിൽ സൂര്യൻ ഒരു ചാണകൽ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും തുണയില്ലാത്ത നേരത്ത് പരമാധികാരിയായ റബ്ബിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒന്നാരാ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. യൗവനം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ചെറുപ്പക്കാരനാണ്. ലോകത്ത് കടന്നു വന്ന ഏതു കവിയാണ് യൗവനത്തെ പാടാത്തത്? ഏതു വാഗ്മിയാണ് യൗവനത്തെ വർണ്ണിക്കാത്തത്? ഏത് എഴുത്തിലാണ് യൗവനം കടന്നു വരാത്തത്? അത്രമേൽ പ്രധാനമാണ് യൗവനം. പക്ഷേ അത്യാധുനികതയോടുള്ള അതിരുകടന്ന ഈ പ്രണയം നമ്മുടെ യൗവനങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഖവാദി ഹംനെ ജോ അസ്ലാഫ് സേ മീറാസ് पाई थी सूर्या से जमीन पर आसमान ने हमको दे मारा. ആകാശ നീലിമക്കപ്പുറം ഔന്നത്യത്തിന്റെ പടവുകൾ കേറിയവരെങ്ങനെയാ പതനത്തിന്റെ പാതാള ലോകത്തേക്ക് പലായനം നടത്തിയത്? ഉത്തരം ഒന്നേ ഒന്ന് മാത്രമാ. ദിശാബോധമില്ലാതെ അധാർമികതകളുടെ ഭ്രമണപഥങ്ങളിൽ അബദ്ധസഞ്ചാരം നടത്തുന്ന യൗവനങ്ങളാ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ താഴത്തിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.